റക്കി പോണ്ടിങ് ആ പേര് കേൾക്കുമ്പോൾ 2K കിഡ്സിന് അത്ര പേടി തോന്നത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2011 വേൾഡ് കപ്പിലെങ്കിലും ക്രിക്കറ്റ് കണ്ടവർക്ക് റിക്കി പോണ്ടിങ് ആരാണ് എന്താണ് എന്ന് മനസ്സിലാവും. കാരണം അന്നും തൻ്റെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച റിക്കി പോണ്ടിങ് താൻ എന്ത് വന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പോരാളിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരു ബേസും ഇല്ലാതെ ആ ഒരു ക്യാച്ചിന് വേണ്ടി പോണ്ടിങ് അപ്പീൽ ചെയ്ത് അയാളുടെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത മനസ്സ് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പം അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ പരിശീലകനായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. അവിടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരോടൊപ്പം ഇത്തവണ കിരീടം പിടിച്ചെടുക്കുക എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ് പോണ്ടിങ് കളിക്കുന്നത്. ആ കാര്യം അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശ്രേയസ് അയ്യരെ താൻ ബാറ്റിംഗ് ഓർഡറിൽ 3ാമത്തെ പൊസിഷനിലാണ് ഇറക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് പോണ്ടിങ് പറഞ്ഞിട്ടുണ്ട്. നല്ല വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ക്യാപ്റ്റനാണ് ശ്രേയസ്. ഡൽഹിയിൽ അവനോട് ഒരുമിച്ച് ചെലവഴിച്ചത് കൊണ്ട് തന്നെ അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ KKRനെ കിരീടത്തിലേക്ക് നയിച്ചവനാണ്. അവനെ കൊണ്ട് ഇത്തവണ പഞ്ചാബിലേക്ക് കിരീടം എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് പോണ്ടിങ് പറയുമ്പോൾ പോണ്ടിങ്ങിന്റെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത മനസ്സും ശ്രേയസ് അയ്യരുടെ തന്ത്രങ്ങളും ആ ഒരു സ്ഥിരതയും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തവണ പഞ്ചാബിലേക്ക് കപ്പ് വന്നാൽ അത്ഭുതപ്പെടാനില്ല.